Hi students, in this section we are going to discuss problems related to probability density function. Then the first question is, find the value of first one C, find the value of C. Then second question, and find the mean of the following distribution given. F of x equal to C into x minus x square when 0 less than x less than 1 and equal to 0 otherwise. This is the question given. Find the value of C and find the mean of the following distribution given. F of x equal to C into x minus x square where 0 less than x less than 1 and equal to 0 otherwise. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് എന്താ, പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ് തന്നിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ നമുക്ക് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോപ്പർട്ടീസ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ് ലാസ്റ്റ് ക്ലാസ്സിൽ. ദറ്റ് ഈസ് എന്തായിരുന്നു, എഫ് ഓഫ് എക്സ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് സെക്കൻഡ് കണ്ടീഷൻ ഈസ് ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഷുഡ് ബി ഈക്വൽ ടു 1 ആയിരിക്കും അല്ലേ, പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ. അപ്പം പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷനെ വിളിക്കുന്ന പേര് തന്നെയാണ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പം നമുക്കിവിടെ യൂസ് ചെയ്യുന്നത് നമ്മൾ ഈ റിസൾട്ട് യൂസ് ചെയ്താണ് സിയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ ചെയ്യാം, ദിസ് ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു 1 വിച്ച് ഇംപ്ലൈസ്, നോക്കിക്കേ ഇവിടെ എന്ത് സംഭവിക്കുക, ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുമ്പോൾ നോക്കി 0 മുതൽ 1 വരെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സി ഇൻറ്റു എക്സ് മൈനസ് എക്സ് സ്ക്വയർ ആണ്. അതർവൈസ് ഇറ്റ് ഈസ് 0. അപ്പം മൈനസ് ഇൻഫിനിറ്റി മുതൽ ഇൻഫിനിറ്റി വരെയുള്ള ഇൻ്റർവെല്ലിനെ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം, മൈനസ് ഇൻഫിനിറ്റി ടു 0 എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ 0 ടു 1 എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ 1 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു 1 എന്ന് എഴുതാലോ. ദെൻ നോക്കിക്കേ 0 മുതൽ 1 വരെയുള്ള ഇൻ്റർവെല്ലിൽ ഫംഗ്ഷൻ്റെ വാല്യൂ സി ഇൻറ്റു എക്സ് മൈനസ് എക്സ് സ്ക്വയർ ആണ്. ബാക്കി എല്ലായിടത്തും ഫംഗ്ഷൻ്റെ വാല്യൂ എന്താണ്, ഇറ്റ് ഈസ് 0 ആണ് അല്ലേ. അപ്പം ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ഇൻ്റഗ്രൽ 0 ടു 1 സി ഇൻറ്റു എക്സ് മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് ദാറ്റ്സ് ഈക്വൽ ടു 1 എന്നുള്ള കണ്ടീഷൻ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എന്ത് എഴുതാം, ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ദറ്റ് ഈസ് സി കോൺസ്റ്റൻ്റ് ആണല്ലോ, എക്സിൻ്റെ ഇൻ്റഗ്രൽ വരുന്നത് എക്സ് സ്ക്വയർ ബൈ 2 മൈനസ് എക്സ് സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ വരുന്നത് എക്സ് ക്യൂ ബൈ 3 ബിറ്റ്വീൻ ദ ലിമിറ്റ്സ് 0 ടു 1 വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് വരും 1. ദെൻ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റും കൊടുക്കുക അല്ലേ, എന്ത് വരും സി ഇൻറ്റു അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പം 1/2 മൈനസ് 1/3 മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എക്സിന് 0 എടുക്കും, ദിസ് ഇസ് 0 ഈക്വൽ ടു 1 എന്ന് വരും. ദാറ്റ് ഈസ് സി ഇൻറ്റു നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ, ദാറ്റ് ഈസ് 3 മൈനസ് 2 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 2 6 ഈക്വൽ ടു 1 വരും. ദാറ്റ് ഈസ് സി ഇൻറ്റു 1/6 ഈക്വൽ ടു 1 എന്ന് കിട്ടും. ദെയർഫോർ സി ഈക്വൽ ടു വി ഗെറ്റ് സി ഈക്വൽ ടു 6. അപ്പോൾ നമുക്ക് സിയുടെ വാല്യൂ കിട്ടി, ദാറ്റ് ഈസ് 6 എന്നുള്ള വാല്യൂ കിട്ടി അല്ലേ. പിന്നെ എന്ത് ചെയ്യാം, നമുക്ക് മീൻ കാൽക്കുലേറ്റ് ചെയ്യണം. ഈ പ്രോബ്ലത്തിൽ തന്നെ ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ കാൽക്കുലേറ്റ് ചെയ്യാനുണ്ട്. അപ്പം നമുക്ക് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എടുത്തെഴുതാലോ. ദെയർഫോർ ദ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഈസ് എന്ത് വരും, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 6 ടൈംസ് എക്സ് ഇൻറ്റു എന്ത് വരും, സി ഇൻറ്റു എക്സ് മൈനസ് എക്സ് സ്ക്വയർ. അപ്പം 6 ഇൻറ്റു എക്സ് മൈനസ് എക്സ് സ്ക്വയർ where 0 less than x less than 1 and equal to 0 otherwise. ഇങ്ങനെ വരും അല്ലേ കണ്ടീഷൻ. അപ്പം എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 6 ഇൻറ്റു എക്സ് മൈനസ് എക്സ് സ്ക്വയർ വെയർ 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1 ആൻഡ് ഈക്വൽ ടു 0 അതർവൈസ്. ദെൻ വി വാണ്ട് ടു ഫൈൻഡ് ഔട്ട് ദ മീൻ. ദെൻ വട്ട് ഈസ് മീൻ, mean is denoted by expectation of x, that's equal to, by definition this is equal to minus infinity to infinity x into f of x dx. That's equal to, evaluate ചെയ്യാനായിട്ട് എന്ത് ചെയ്യാം, തന്നിരിക്കുന്ന എഫ് ഓഫ് എക്സിനെ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യണം, അതല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം ഇവിടെ നമുക്ക് മൈനസ് ഇൻഫിനിറ്റി മുതൽ ഇൻഫിനിറ്റി വരെയാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. പക്ഷേ അവിടെ നോക്കി ലിമിറ്റിനെ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം, മൈനസ് ഇൻഫിനിറ്റി ടു 0 എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ 0 ടു 1 എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് എന്ത് വരും, ഇൻ്റഗ്രൽ 1 ടു ഇൻഫിനിറ്റി എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ്. നോക്കി ഈ ഇൻ്റർവെല്ലിലെ ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആണ്, ഇവിടെ 0 ആയിപ്പോൾ അല്ലേ. അപ്പം ദിസ് ഇസ് ഈക്വൽ ടു ആക്ച്വലി എന്തേ വരുന്നുള്ളൂ, ഇൻ്റഗ്രൽ 0 ടു 1 എക്സ് ഇൻറ്റു
എഫ് ഓഫ് എക്സ് ഡി എക്സ്. ദെൻ ദാറ്റ്സ് ഈക്വൽ ടു 0 to 1 എന്ന് പറയുന്ന ഇൻ്റർവെല്ലിൽ ഫംഗ്ഷൻ്റെ വാല്യൂ എന്താ? ദറ്റ് ഈസ് ഇൻ്റഗ്രൽ 0 to 1 എക്സ് ഇൻറ്റു 6 ഇൻറ്റു എക്സ് മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഡി എക്സ് വരും അല്ലേ? ദാറ്റ്സ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? 6നെ ഔട്ട് സൈഡിലേക്ക് എഴുതിയാൽ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ഇൻ്റഗ്രൽ 0 to 1 എക്സ് സ്ക്വയർ മൈനസ് എക്സ് ക്യൂബ് ഡി എക്സ്. ദാറ്റ്സ് ഈക്വൽ ടു ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? 6 ഇൻറ്റു എക്സ് സ്ക്വയറിൻ്റെ ഇൻ്റർവൽ വരുന്നത് എക്സ് ക്യൂബ് ബൈ 3 മൈനസ് എക്സ് ക്യൂബിൻ്റെ ഇൻ്റർവൽ വരുന്നത് എക്സ് റൈസ് ടു 4 ഡിവൈഡഡ് ബൈ 4 ബിറ്റ്വീൻ ദ ലിമിറ്റ്സ് 0 to 1. ദാറ്റ്സ് ഈക്വൽ ടു 6 ഇൻറ്റു അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്ത് വരും? 1/3 മൈനസ് 1/4 മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 0 ആയിപ്പോൾ അല്ലേ? ദിസ് ഇസ് ഈക്വൽ ടു 6 ഇൻറ്റു എന്ത് വരും? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 മൈനസ് 3 ഡിവൈഡഡ് ബൈ 4 into 3 12. ദാറ്റ്സ് ഈക്വൽ ടു എന്താ വരുന്നത്? 6 ഇൻറ്റു 1/12. ദാറ്റ്സ് ഈക്വൽ ടു 1/2 ഈസ് ദ മെയിൻ വാല്യൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മീൻ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ, അതായത് ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ തന്നു കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് മീൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റ്യനോട് ഇതേ പാറ്റേണിലുള്ള നമ്മൾ ചെയ്യുകയാണ്. ദെൻ ദ ക്വസ്റ്റ്യൻ ഈസ് ഇഫ് എക്സ് ഹാസ് the probability density function given, the x has the probability density function f of x equal to k into e raised to minus 3x for x greater than 0. x greater than 0 ആകുമ്പോൾ k into e raised to minus 3x and equal to 0 otherwise. Then find എന്താണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഫസ്റ്റ് വൺ കെ, ഫൈൻഡ് കെ ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ പി ഓഫ് 0.5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആൻഡ് തേർഡ് വൺ ഈസ് ദ മീൻ ഓഫ് എക്സ്. ദ മീൻ ഓഫ് എക്സ്. അപ്പം പറഞ്ഞിരിക്കുന്ന ഇതാണ്, ഇഫ് x has the probability density function f of x equal to k into e raised to minus 3x for x greater than 0 and equal to 0 otherwise, then we want to find out the value of k. Second one, probability of 0.5 less than or equal to x less than or equal to 1 and the third one is the mean value of x. ഇത്രയും കാര്യങ്ങളാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ആയതുകൊണ്ട് നമുക്ക് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ്റെ പ്രോപ്പർട്ടി യൂസ് ചെയ്യാം അല്ലേ? സിൻസ് f of x is a PDF probability density function, integral minus infinity to infinity f of x dx must be equal to 1 ആയിരിക്കും അല്ലേ? ദെൻ ഈ കണ്ടീഷൻ നമ്മൾ യൂസ് ചെയ്യാൻ പോണേ. അപ്പോൾ നോക്കിക്കേ, എക്സ് ഗ്രേറ്റർ ദാൻ 0 ആവുന്ന കേസിലെല്ലാം ഫംഗ്ഷൻ്റെ വാല്യൂ k ഇൻറ്റു ഇ റൈസ് ടു മൈനസ് 3x ആണ്, അതർവൈസ് ഇറ്റ് ഈസ് 0. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു 0 അല്ലേ? ഇൻഫിനിറ്റി ടു 0 എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് എഴുതാലോ, ഈക്വൽ ടു 1. അതായത് നമ്മൾ ഇൻ്റർവെല്ലിനെ സ്പ്ലിറ്റ് ചെയ്തു. അതായത് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ പോസിറ്റീവ് ആകുമ്പോൾ k ഇൻറ്റു ഇ റൈസ് ടു മൈനസ് 3x ആണ്. ദെൻ ബാക്കിയുള്ള കേസിലെല്ലാം 0 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇൻ്റർവെല്ലിനെ സ്പ്ലിറ്റ് ചെയ്ത് മൈനസ് ഇൻഫിനിറ്റി ടു 0, 0 ടു ഇൻഫിനിറ്റി ഇത് കൺസിഡർ ചെയ്തു. മൈനസ് ഇൻഫിനിറ്റി മുതൽ 0 വരെ ഫംഗ്ഷൻ്റെ വാല്യൂ എന്താ? ഇറ്റ് ഈസ് 0. അപ്പോൾ ഈ ക്വാണ്ടിറ്റി 0 ആയിപ്പോയി. ദെൻ വി ഹാവ് ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി k ഇൻറ്റു ഇ റൈസ് ടു മൈനസ് 3x ഡി എക്സ് ഈക്വൽ ടു 1. എന്ത് ചെയ്യാം? ഇതിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ k കോൺസ്റ്റൻ്റ് ആണ്. k ഇൻറ്റു ഇ റൈസ് ടു മൈനസ് 3xൻ്റെ ഇൻ്റർവൽ എന്ത് വരും? ഇറ്റ് ഈസ് ഇ റൈസ് ടു മൈനസ് 3x ഡിവൈഡഡ് ബൈ മൈനസ് 3 ബിറ്റ്വീൻ ദ ലിമിറ്റ്സ് 0 ടു ഇൻഫിനിറ്റി. ദാറ്റ്സ് ഈക്വൽ ടു റൈറ്റ് സൈഡിൽ നിന്ന് വി ഹാവ് 1. ദെൻ നോക്കിക്കേ ഇതെന്താ വരുന്നതെന്ന്. അപ്പോൾ ഇവിടെ വരുന്നത് ഈ k ഇൻറ്റു മൈനസ് 1/3 ഞാൻ ഔട്ട് സൈഡിലേക്ക് എടുക്കണേ. ദറ്റ് ഈസ് മൈനസ് k/3 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് 3x ബിറ്റ്വീൻ ദ ലിമിറ്റ്സ് 0 ടു ഇൻഫിനിറ്റി അല്ലേ വരിക? ദാറ്റ്സ് ഈക്വൽ ടു 1. ദെൻ മൈനസ് k/3 ഇൻറ്റു അപ്പർ ലിമിറ്റ് കൊടുക്കുന്നത് എക്സിന് ഇൻഫിനിറ്റി ആണല്ലേ? ഇ റൈസ് ടു ഇൻഫിനിറ്റി എന്ന് പറയുന്നത്, ഇ റൈസ് ടു ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താ? ഇറ്റ് ഈസ് ഇൻഫിനിറ്റി. ഇയുടെ വാല്യൂ വരുന്നത് 2.7 സംതിങ് ഒരു വാല്യൂ ആണ് വരുന്നത്. അപ്പം അതിൻ്റെ പവർ ഇൻഫിനിറ്റി വാല്യൂ എടുക്കുമ്പോൾ എന്ത് വരും? ഇൻഫിനിറ്റി. അതായത് ലാർജർ വാല്യൂസിലേക്ക് പോകുമ്പോൾ ഇത് ഇൻഫിനിറ്റിയിലേക്ക് പോകും. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി? ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി ഈസ് ആക്ച്വലി ഇ റൈസ് ടു 1/e raised to infinity. That's equal to 1/e raised to infinity എന്ത് വരും? 1/infinity which tends to 0 ആണ് അല്ലേ? ദാറ്റ് ഈസ് 0 ആണ് വരിക. അപ്പോൾ ഇവിടെ
ഇ റേസ് ടു മൈനസ് 3x, ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി വരുന്ന എന്ത് വരും? 0 വരും. മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇ റേസ് ടു 0, സംതിങ് റേസ് ടു 0 ഈസ് 1. ദെയർഫോർ ദിസ് ഇസ് ഈക്വൽ ടു 1 അല്ലേ വരുന്നത്, റൈറ്റ് സൈഡ് 1 കിടക്കുന്നു. അപ്പം -k/3 ഇൻറ്റു -1 ഈക്വൽ ടു 1 എന്നുണ്ടല്ലേ. അപ്പം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? k/3 ഈക്വൽ ടു 1. ദെയർഫോർ k ഈക്വൽ ടു വി ഗെറ്റ് 3. അപ്പോൾ നമുക്ക് ഇവിടുന്ന് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എടുത്തെഴുതാലോ. ദെയർഫോർ the probability density function PDF is എന്താവും? PDF എന്താവും നോക്കിയേ, f of x ഈക്വൽ ടു കെയുടെ വാല്യൂ വരുന്നത് 3 ഇൻറ്റു ഇ റേസ് ടു -3x അല്ലേ, വെയർ എക്സ് ഗ്രേറ്റർ ദാൻ 0 ആൻഡ് ഈക്വൽ ടു 0 അതർവൈസ്. ദെൻ നമുക്ക് അടുത്ത കണ്ടുപിടിക്കാനുള്ളത്, സെക്കൻഡ് പാർട്ടിൽ കണ്ടുപിടിക്കാനുള്ളത് P of 0.5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ദിസ് ഈക്വൽ ടു 0.5 ഇൻ്റഗ്രൽ 0 to 0.5 to 1 f of x dx അല്ലേ, നമ്മൾ നേരത്തെ എഴുതിയിട്ടുള്ള കാൽക്കുലേഷനാണേ. ദിസ് ഇസ് ഈക്വൽ ടു 0.5 to 1 ഇൻ്റഗ്രൽ 0.5 to 1 f of x ഈസ് 3 ഇൻറ്റു ഇ റേസ് ടു -3x dx. ദാറ്റ്സ് ഈക്വൽ ടു ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ വരുന്നത് നോക്കിയേ. ദിസ് ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ഇ റേസ് ടു -3x എന്ത് വരും? ഇ റേസ് ടു -3x ഡിവൈഡഡ് ബൈ -3 ബിറ്റ്വീൻ ദ ലിമിറ്റ്സ് 0.5 to 1. ദാറ്റ്സ് ഈക്വൽ ടു എന്ത് വരും? 3യും 3യും കൂടെ ക്യാൻസൽ ആവും അല്ലേ. ദെൻ മൈനസ് ഓഫ് അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്ത് വരും? ഇ റേസ് ടു -3 മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ വരുന്നത് ഇ റേസ് ടു -3 ഇൻറ്റു 0.5 വരും അല്ലേ. ദാറ്റ് ഈസ് ഇ റേസ് ടു -0.5 വരും, 1.5 വരും അല്ലേ. അതായത് 3 ഇൻറ്റു 0.5 അല്ലേ, ദാറ്റ് ഈസ് -1.5. ദാറ്റ്സ് ഈക്വൽ ടു നോക്കിയേ, ദാറ്റ്സ് ഈക്വൽ ടു എന്ത് വരും നോക്കിയേ. ഞാൻ ഈ മൈനസിനകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? ഇ റേസ് ടു -1.5 മൈനസ് ഇ റേസ് ടു 3 എന്ന് കിട്ടും അല്ലേ. ഈ മൈനസിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതിൻ്റെ സൈൻ നെഗറ്റീവ് ആവും, ദെൻ ഇതിൻ്റെ സൈൻ പ്ലസ് ആവും. അപ്പോൾ ഇ റേസ് ടു -1.5 മൈനസ് ഇ റേസ് ടു -3 എന്ന് എഴുതാം. ദിസ് ഇസ് ഈക്വൽ ടു കാൽക്കുലേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? 1/e റേസ് ടു 1.5 മൈനസ് 1/eq വാല്യൂ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 0.17331. ദിസ് ഇസ് ദ പ്രോബബിലിറ്റി ഓഫ് 0.5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഇതേപോലെ തന്നെ നമുക്ക് ഒരു കേസ് കൂടെ ഉണ്ടല്ലോ. എന്താ ചോദിച്ചിരിക്കുന്നത്? എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പം എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ആദ്യമേ ഞാനൊരു ജനറലൈസ്ഡ് യു വി റൂളിനെ പറ്റി പറയുകയാണ്. അതായത് ജനറലൈസ്ഡ് യു വി റൂളിൽ പറയുന്ന ഇതാണ്: ഇഫ് യു ആൻഡ് വി ആർ ഫങ്ഷൻസ് ഓഫ് എക്സ്, then അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്, 1 must be a power of x. അതായത് യുവും വിയും രണ്ട് ഫങ്ഷൻസ് ഉണ്ട്. ദെൻ നമുക്ക് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ഒക്കെ നമുക്ക് ഫോർമുല അറിയാം. അപ്പോൾ ജനറലൈസ്ഡ് യു വി റൂളിൽ പറയുന്ന ഇതാണ്: ഇൻ്റഗ്രൽ യു വി ഡി എക്സ് ഈക്വൽ ടു ചെയ്യുന്ന ഇതാണ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ദ സെക്കൻഡ്. അപ്പം സഫിക്സിനെ ഡിനോട്ട് ചെയ്യുന്ന ഇൻ്റഗ്രലും അതുപോലെ തന്നെ പവേഴ്സായിട്ട് വരുന്ന ഇതിനെ ഡിനോട്ട് ചെയ്യുന്നത് ഡെറിവേറ്റീവ്സുമാണ്. അപ്പം യു ഇൻറ്റു വി വൺ, ദറ്റ് ഈസ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ദ സെക്കൻഡ് മൈനസ് ഫസ്റ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ്റെ v1ൻ്റെ ഇൻ്റഗ്രൽ, സെക്കൻഡ് ഇൻ്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്യാം, പ്ലസ് ഫസ്റ്റ് ഫംഗ്ഷനെ വീണ്ടും യു ഡാഷിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക, യു ഡബിൾ ഡാഷ്, ദെൻ എന്ത് ചെയ്യുക v2ൻ്റെ ഡെറിവേറ്റീവ് ദറ്റ് ഈസ് v3 മൈനസ് അടുത്ത എന്ത് വരും യു ഡബിൾ ഡാഷിൻ്റെ ഡെറിവേറ്റീവ് ദറ്റ് ഈസ് യു ട്രിപ്പിൾ ഡാഷ് ഇൻറ്റു v3യുടെ ഡെറിവേറ്റീവ് ദറ്റ് ഈസ് v4 പ്ലസ് എക്സെട്ര. ഇതാണ് വരുന്നത്. അതായത് ഇവിടെ ഓർത്തെടുക്കേണ്ട കാര്യം, ഇൻ്റഗ്രൽ യു വി ഡി എക്സ് കാണാനായിട്ട് ഫസ്റ്റ് ഫംഗ്ഷൻ എഴുതി, ദെൻ ഇവിടെ എല്ലാം എഴുതുമ്പോൾ നമ്മൾ ഓൾട്ടർനേറ്റ് പ്ലസും മൈനസും വെച്ചാൽ കണക്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ഫംഗ്ഷൻ, ദെൻ അതിൻ്റെ ഡെറിവേറ്റീവ്, സെക്കൻഡ് ഡെറിവേറ്റീവ്, തേർഡ് ഡെറിവേറ്റീവ്, ആ ഓർഡറിലാണ് പോകുന്നത്. ഫസ്റ്റ് ഫംഗ്ഷൻ എഴുതുക, ദെൻ ഡെറിവേറ്റീവ്, സെക്കൻഡ് ഡെറിവേറ്റീവ്, തേർഡ് ഡെറിവേറ്റീവ് എക്സെട്ര പോകുന്നു. ദെൻ സെക്കൻഡ് ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രലാണ് സ്റ്റാർട്ട് ചെയ്യുക. സെക്കൻഡ് ഇൻ്റഗ്രൽ ഫംഗ്ഷനെ ഒരു തവണ ഇൻ്റഗ്രേറ്റ് ചെയ്തു, 2 തവണ ഇൻ്റഗ്രേറ്റ് ചെയ്തു, 3 തവണ ഇൻ്റഗ്രേറ്റ് ചെയ്തു, 4 തവണ ഇൻ്റഗ്രേറ്റ് ചെയ്തു എക്സെട്ര. ദിസ് ഇസ് ദ സ്റ്റെപ്പ്. യു വി പ്രിൻസിപ്പിൾ ജനറലൈസ്ഡ്, ദിസ് ഇസ് നോൺ ആസ് ദ ജനറലൈസ്ഡ് യു വി പ്രിൻസിപ്പിൾ. ദെൻ ഇവിടെ നമുക്ക് ഒരു കേസ് പറയുന്നതാണ് എയ്തർ യു ഓർ വി. അത് നമ്മൾ ഓർഡർ എടുക്കുന്നത് ഹൈലൈറ്റ് പ്രിൻസിപ്പിളൊക്കെ വെച്ചിട്ടാണ്. അതൊക്കെ നമ്മൾ +2 ലെവലിലൊക്കെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം എയ്തർ യു ഓർ വി, എയ്തർ യു ഓർ വി ഈസ് must be a power of x or an algebraic expression in
എക്സ്. അതായത് എക്സിൻ്റെ പവേഴ്സൊക്കെ ആയിട്ട് വരുന്ന ടേമാണ് ഒരു ഫംഗ്ഷൻ എങ്കിൽ മാത്രമേ നമുക്ക് ഈ ജനറലൈസ്ഡ് യു വി റൂൾ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നോക്കി, നമുക്കിവിടെ മീൻ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എന്താ വരുന്നത്? മീൻ ഈക്വൽ ടു, മീൻ ഈസ് ഡിനോട്ടഡ് ബൈ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ്. ദാറ്റ്സ് ഈക്വൽ ടു, ബൈ ഡെഫിനിഷൻ ദിസ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എന്ത് വരും? എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ്. ദാറ്റ്സ് ഈക്വൽ ടു, നോക്കി നേരത്തെ കേസിൽ പറഞ്ഞ പോലെ തന്നെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് 0, എക്സ് ഗ്രേറ്റർ ദാൻ 0 ആവുന്ന കേസിലാണ് വാല്യൂ ഉള്ളത്. ബാക്കി എല്ലായിടത്തും ഫംഗ്ഷൻ്റെ വാല്യൂ എന്താ? 0 ആണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെയും ഇൻ്റർവെലിനെ സ്പ്ലിറ്റ് ചെയ്യാം. എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു 0 എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ്. ദെൻ എക്സ് ലെസ് ദാൻ 0 എന്ന കേസിൽ ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ ഇത് മാത്രം ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതിയല്ലോ. ദിസ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എക്സ് ഇൻറ്റു വട്ട് ഈസ് എഫ് ഓഫ് എക്സ്? എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്ന കേസിൽ ഫംഗ്ഷൻ ഈസ് കെ ഇൻറ്റു ഇ റൈസ് ടു മൈനസ് 3x. സോറി, കെയുടെ വാല്യൂ നമുക്ക് കിട്ടിയില്ല അല്ലേ. ദാറ്റ് ഇസ് 3 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് 3x ഡി എക്സ്. ദാറ്റ്സ് ഈക്വൽ ടു 3 കോൺസ്റ്റൻ്റ് ആണല്ലോ, ഔട്ട് സൈഡിലേക്ക് നിർത്തി. ദെൻ നമ്മൾ ജനറലൈസ്ഡ് യു വി റൂൾ യൂസ് ചെയ്യാൻ പോണേ. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ദറ്റ് ഈസ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ദ സെക്കൻഡ്, ദറ്റ് ഈസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻ്റഗ്രൽ എന്ത് വരും? ഇ റൈസ് ടു മൈനസ് 3x ഡിവൈഡഡ് ബൈ മൈനസ് 3 മൈനസ് എന്ത് വരും? ഫസ്റ്റ് ഫംഗ്ഷൻ്റെ ഇതിൻ്റെ ഡെറിവേറ്റീവ് ദറ്റ് ഈസ് 1 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് 3x ബൈ 3യുടെ മൈനസ് 3യുടെ ഇൻ്റഗ്രൽ വേണം. അപ്പോൾ എന്ത് വരും? ഇ റൈസ് ടു മൈനസ് 3x ഡിവൈഡഡ് ബൈ മൈനസ് 3 ഇവിടെ ഓൾറെഡി ഉണ്ട്. വീണ്ടും ഇതിൻ്റെ ഇൻ്റഗ്രൽ എടുക്കുമ്പോൾ എന്ത് വരും? പ്ലസ് 9 വരും അല്ലേ. അപ്പം ഇനി അടുത്ത ടൈം എടുക്കുമ്പോഴത്തേക്കും 1ൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്തായി പോകും? 0 ആയി പോകും. അപ്പോൾ ഇത്രേ ഉള്ളൂ ടൈം ഇൻ്റഗ്രൽ ഫ്രം ലിമിറ്റ് ഫ്രം 0 ടു ഇൻഫിനിറ്റി. ദാറ്റ്സ് ഈക്വൽ ടു, നോക്കിയേ ദാറ്റ്സ് ഈക്വൽ ടു എന്താ വരുന്നത് നോക്കി? 3 ഇൻറ്റു ദെൻ ഇ റൈസ് ടു മൈനസ് 3x അപ്പർ ലിമിറ്റ് കൊടുക്കുന്ന ഇൻഫിനിറ്റിയാണ്. ഇൻഫിനിറ്റി കൊടുക്കുമ്പം ഈ ടൈം എന്തായി പോയിക്കോളും? 0 ആയി പോയിക്കോളും. അതുപോലെ തന്നെ ഇ റൈസ് ടു മൈനസ് 3x നമ്മുടെ ടൈം ഉള്ളതുകൊണ്ട് ഈ ടൈം എന്തായി പോയിക്കോളും? 0 ആയി പോയിക്കോളും. ദെൻ ലോവർ ലിമിറ്റിൻ്റെ കേസ് മാത്രം നോക്കിയാൽ മതി. ലോവർ ലിമിറ്റ് കൊടുക്കുമ്പം ഇവിടെ ഒരു എക്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ലോവർ ലിമിറ്റ് 0 അല്ലേ. അപ്പോൾ ഈ ടൈം എന്തായി പോകും? 0. ദെൻ മൈനസ് ഇവിടത്തേക്ക് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്താ വരുന്നത് നോക്കി? ഇ റൈസ് ടു 0 ദറ്റ് ഈസ് 1/9 വരും അല്ലേ. ദാറ്റ്സ് ഈക്വൽ ടു 3 ഇൻറ്റു നോക്കി ലോവർ ലിമിറ്റ് കൊടുക്കുന്നിടത്ത് ഒരു മൈനസ് ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ഉണ്ട് അല്ലേ. മൈനസ് മൈനസ് പ്ലസ് ആവും. ദറ്റ് ഈസ് 1/9. ദാറ്റ്സ് ഈക്വൽ ടു 1/3. ദെയർഫോർ വി ഗെറ്റ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഈക്വൽ ടു 1/3. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾസിൻ്റെ കേസിൽ എക്സ്പെക്റ്റേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ തരുന്നതിൽ കോൺസ്റ്റൻറ്റ് വാല്യൂസ് ഉണ്ടെങ്കിൽ ആ കോൺസ്റ്റൻറ്റ് ഇവാലുവേറ്റ് ചെയ്യുന്നതും ഈ ഫോർമാറ്റിലായിരിക്കും. പ്രോബ്ലം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. എനിവേ, താങ്ക് യു.